അവൾ വന്നിട്ട് ചോദിച്ചു, ടീച്ചറെ എപ്പോഴാണ് ചോറ് കൊടുക്കുന്നത്? അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ടീച്ചറെ ഒന്നും കഴിച്ചില്ല. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ഞങ്ങളെ ആ വീട്ടിലേക്ക് കയറ്റിയില്ല. അവന് വീടില്ലായിരുന്നു, ഒരു ഷെഡിലാണ്. അമ്മയും വല്യമ്മയും ഒരു ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. ഈ കുട്ടി എല്ലാവരും കൂടെ താമസിക്കുന്നത്. കുട്ടികളുടെ പഠനകാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി വീട് സന്ദർശനത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ ലിൻസി ടീച്ചർ കണ്ടത് കണ്ണു നനയിക്കുന്ന കാഴ്ചകളായിരുന്നു. പ്ലാസ്റ്റിക് കൂരയ്ക്കുള്ളിൽ ഞെങ്ങി കഴിയുന്ന അമ്മയും 3 സഹോദരങ്ങളും, നനഞ്ഞൊലിക്കുന്ന കൂര. ആ ദയനീയ അവസ്ഥ അവഗണിച്ച് കടന്നുപോകാൻ ലിൻസി ടീച്ചറിനായില്ല. അവർക്കൊരു വീട് നിർമ്മിക്കാൻ തൻ്റെയും ഭർത്താവിൻ്റെയും വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം നീക്കിവെക്കാൻ ടീച്ചർ തീരുമാനിച്ചു. അതോടൊപ്പം പണം സംഭാവന ചെയ്യാൻ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും മറ്റ് സുമനസ്സുകളെയും പ്രേരിപ്പിച്ചു. ഇങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടെ 2015 ആ കുട്ടിക്ക് ഒരു ഭവനം നിർമ്മിച്ചു നൽകി. ഇടുക്കി ജില്ലയിലെ മുരിക്കാട്ടുകുടി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രൈമറി വിഭാഗം അധ്യാപികയായ ലിൻസി ജോർജിന്റെ പ്രവർത്തനങ്ങൾക്ക് അവിടെ തുടക്കമായി. ഞാൻ മുരിക്കാട്ടൂർ സ്കൂളിൽ വന്നിട്ട് 18 വർഷമായി. വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് ഇവിടെ. ഒരു ദിവസം ഭവന സന്ദർശനത്തിന് പോകുന്നു. ഞങ്ങൾ എല്ലാ കൊല്ലവും പോകുന്നതാണ്. കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കാൻ പോകും, അധ്യാപകരെല്ലാവരും പോകാറുണ്ട്. അതുപോലെ പോയ സമയത്ത് ഒരു കുട്ടിയുടെ വീട്ടിൽ, ആകാശ് എന്ന് പറയുന്ന ഒരു കുട്ടി, ഇപ്പോൾ +2 ആയ കുട്ടിയാണ്. അന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ഞങ്ങളെ ആ വീട്ടിലേക്ക് കയറ്റിയില്ല. അതിന് കാരണം അവന് വീടില്ലായിരുന്നു. ഒരു 10 അടി നീളവും 8 അടി വീതിയുള്ള ഒരു ഷെഡിലാണ്. അമ്മയും വല്യമ്മയും ഒരു ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. ഈ കുട്ടി എല്ലാവരും കൂടെ താമസിക്കുന്നത്. ഷെഡിൽ ഒരു സൗകര്യങ്ങളും അവർക്കില്ലായിരുന്നു. ഇരിക്കാൻ കസേരയോ മേശയോ ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ ആദ്യത്തെ വീട് പണി ഞാൻ അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞ് ഞാൻ മുൻകൂട്ടി തീരുമാനിച്ച് ചെയ്ത പരിപാടിയല്ല. ഇങ്ങനൊരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ വീട് പണിയിലേക്ക് കിടന്നത്. ഇങ്ങനെ ഓരോ സംഭവങ്ങളും നമുക്ക് മുമ്പിലേക്ക് വരുന്ന ഒരു സംഭവം അതിനെ ബേസ് ചെയ്ത് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ആലോചിച്ച് ചെയ്യുന്ന സംഭവങ്ങളല്ല ഒന്നും. വീട് ഞാൻ വെച്ചത്, ഓരോ വീടും പണിതത് ഇതുപോലെ ഓരോ സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് പണിതത്. ഇതിൻ്റെ എല്ലാ ഫണ്ട് കണ്ടെത്തിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നല്ലവരായ നാട്ടുകാരും ശരിക്കും സമൂഹ മാധ്യമങ്ങളിലൂടെ ഞാൻ ഈ കാര്യങ്ങൾ അറിയിച്ചു. കുട്ടിയൊന്നും ഫോക്കസ് ചെയ്യാതെ തന്നെ ഇങ്ങനെയൊരു വീടിന് അവസ്ഥയുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ 57 രൂപ വരെ തന്ന ആൾക്കാരുണ്ട്. കാരണം അയാളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയാണ്, ടീച്ചർ ഒരു വീട് പണിയല്ലേ, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ തൊട്ട് നമ്മളെ സഹായിച്ച ഒരു അനുഭവമാണ്. പൈസയുടെ ആ ഒരു ചെറിയ തുകയാണെന്നല്ല, അത് തരാൻ കാണിച്ച ആ മനസ്സ്, അതാണ് വലുത്. അങ്ങനെയുള്ള ഒത്തിരി ആളുകളുടെ, നല്ല ആളുകളുടെ സഹായം കൊണ്ടാണ് എനിക്ക് 8 വീടുകൾ പണിയാൻ പറ്റി. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് 2 വീടിൻ്റെ താക്കോൽദാനം നടത്തി. അങ്ങനെ 8 വീടുകൾ ഇപ്പോൾ നിലവിൽ പണിയാൻ സാധിച്ചു. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരു വീടിന് വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചിട്ടും ഞങ്ങൾക്ക് ഒരു വീട് പോലും എവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിൻസ് സാറിനോട് ഞങ്ങൾ വിവരം പറഞ്ഞു ഒരു വീടിനെ കുറിച്ച്. വിഷമത്തിൽ കുട്ടികളെ കൊണ്ട് കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴത്തേക്കിനും ഞങ്ങളത് ഒരു നിവൃത്തിയില്ലാണ്ട് ചാനലിൽ ഞങ്ങൾ ഇതിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് പറയുകയും ടീച്ചർ ഈ വാർത്ത കണ്ടിട്ട് ഞങ്ങളെ സഹായിക്കാൻ ഓടിയെത്തുമായിരുന്നു. ടീച്ചർ ഞങ്ങൾക്ക് കിടക്കാൻ, ഞങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ കിടക്കാൻ, ഇപ്പോൾ പേടിക്കാതെ കിടക്കാനായിട്ട് ഒരു വഴി ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ വന്ന കാലത്ത് നോൺ ഫീഡിങ്ങിൻ്റെ ചാർജായിരുന്നു. അപ്പോൾ രാവിലെ ഒരു കൊച്ച് വന്ന്, അതൊരു 2008 2009 ആ സമയത്താണ്. രാവിലെ ഒരു കൊച്ച് വന്ന് എന്നോട് ചോദിച്ചു, ടീച്ചറെ എപ്പോഴാണ് ചോറ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നത്തെ പോലെ തന്നെ ഉച്ചയാകുമ്പോൾ എന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് കയറ്റി വിട്ടു. വീണ്ടും ഒരു ഫീറ്റ് കഴിഞ്ഞപ്പോൾ അവൾ വന്നിട്ട് ചോദിച്ചു, ടീച്ചറെ എപ്പോഴാണ് ചോറ് കൊടുക്കുന്നത്? അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ടീച്ചറെ ഒന്നും കഴിച്ചില്ല, ഇച്ചിരി ചോറുണ്ടായിരുന്ന കഞ്ഞിയായിരുന്നു, അത് അനിയന് കൊടുത്തു, ഇവളൊന്നും കഴിക്കാതെയാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമാണ്. എൻ്റെ കൊച്ചുങ്ങളുടെ പ്രായമുള്ള
ഒരു കുട്ടിയാണ് വന്ന് ചോദിക്കുന്നത്, രാവിലെ ഒന്നും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ. ഇപ്പോഴും അതുപോലത്തെ കുട്ടികളുണ്ട്. ഞാൻ അന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ബ്രെഡും മേടിച്ച് കൊടുത്ത് കാപ്പിയും തിളപ്പിച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ധാരാളം കുട്ടികൾ, ഇതുപോലെയുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ടെന്ന്. പിന്നെ ഞാൻ അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഒരു കുട്ടി എൻ്റെ ഒരു കുട്ടി രാവിലെ ഛർദ്ദിച്ചപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ശരിക്കും വെള്ളമല്ലാതെ ഒന്നും ആ ഛർദ്ദിക്കകത്തില്ലായിരുന്നു. അതിന് കാരണം ഒരു 10 മണിക്ക് ഒരു കുട്ടി ഛർദ്ദിച്ചപ്പോൾ ഒന്നും കഴിക്കാതെ വന്ന ഒരു കുട്ടിയായിരിക്കുമല്ലോ അങ്ങനെ ഛർദ്ദിച്ചത്. എനിക്കത് വളരെയധികം വിഷമം ഉണ്ടാക്കി. ഞാൻ ഈ കുട്ടിക്ക് ഞങ്ങളുടെ ഒരു ടീച്ചർ കൊണ്ടുവന്ന 4 ഇഡ്ഡലി കൊടുത്തപ്പോൾ, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി അത് വളരെ ആർത്തിയോടെ അത് കഴിച്ചു. കൂടുതൽ കാര്യം അന്വേഷിച്ചപ്പോഴാണ് രാവിലെ ആ കുട്ടി ഒന്നും കഴിക്കാതെ വന്നതെന്ന് മനസ്സിലായത്. എനിക്കന്ന് മനസ്സിലായി ഒത്തിരി കുട്ടികൾ ഇതുപോലെയുള്ളത് കാണും. വീട്ടിലെ അവസ്ഥ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അച്ഛനും അമ്മയും പണിക്ക് പോകും, ആ സമയത്ത് ഇവർ എഴുന്നേറ്റിട്ടില്ലായിരിക്കും. പിന്നെ എഴുന്നേറ്റ് ഒരുങ്ങി വരുമ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തു വിടാനൊന്നും ആൾ കാണില്ല. വീട്ടിലുണ്ടാക്കി വെച്ചാൽ എടുത്ത് കഴിക്കാത്തതായിരിക്കാം. പിന്നെ ഉണ്ടാക്കാത്ത വീടുകൾ കാണും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഞാൻ സ്കൂളിൽ ആലോചിച്ചു. അങ്ങനെയാണ് ഒരു പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ചത്. ശരിക്കും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിലെ കുട്ടികൾ അതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് രാവിലെ വരുമ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ആളുണ്ട്, വിളമ്പി കൊടുക്കുന്നതും ഒക്കെ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്. എൻ്റെ സോഷ്യൽ സർവീസ് സ്കീമിലെ കുട്ടികളാണ്. 1 വർഷക്കാലത്തോളം എനിക്ക് ഈ പ്രഭാത ഭക്ഷണം സ്കൂളിൽ കൊടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒരു 100-ലധികം കുട്ടികൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. ഞങ്ങൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മ എന്നെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, ടീച്ചറെ പഴയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ തരാവോ, കുട്ടികൾക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു. അത് ശരിക്കും ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം ആരും പഴയ ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാനത് തന്നെ ചെയ്തത്, ആ കുട്ടിക്കും പുതിയ ഡ്രസ്സ് കൊടുത്തു. പിന്നെ പലരുടെയും വീടുകളിൽ നമുക്ക് നല്ല ഡ്രസ്സുകൾ ഒന്നുകിൽ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഉപയോഗിക്കാൻ ഇത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞു പോയതുകൊണ്ടോ അങ്ങനെ പല സാഹചര്യത്തിലും ഒത്തിരി ഡ്രസ്സുകൾ എന്നാൽ അത് കളയാനൊട്ട് പറ്റത്തില്ലാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ആ ഡ്രസ്സുകൾ കളക്ട് ചെയ്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരാശയം തോന്നി. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം എന്ന് പറയുന്ന എൻ്റെ കുട്ടികളെയും കൂട്ടി എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങി. സ്കൂളിൽ തന്നെ ഡ്രസ് ബാങ്ക് ഒരു 60,000-ലധികം ഡ്രസ്സുകൾ ഞങ്ങൾക്ക് ഇതിലൂടെ കളക്ട് ചെയ്യാൻ പറ്റി. ഇത് ഈ ഒരു പ്രദേശത്തെ, കട്ടപ്പന ഈ പ്രദേശത്തെ ഒത്തിരി ആളുകളുടെ അവർ വന്ന് എടുത്തുകൊണ്ട് പോകും. ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അവർക്ക് ആവശ്യമുള്ള സാധനം അവർക്ക് നമ്മൾ അതിനൊരു നിബന്ധനയും വെച്ചില്ല. അവർക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ആളുകൾ വന്ന് ധാരാളം ഡ്രസ്സുകൾ കൊണ്ടുപോയി ഇത് മുഴുവൻ എത്തിച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോഴും ഉണ്ട്, സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുമുണ്ട്. ഡ്രസ് ബാങ്ക് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ആളുകൾ വന്ന് എടുക്കുന്നുമുണ്ട്. തന്നാലാവും വിധം മറ്റുള്ളവരെ സഹായിക്കാൻ പരിശ്രമിക്കുമ്പോഴും താൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏവർക്കും ഒരു പ്രചോദനമായി മാറണമെന്ന് മാത്രമാണ് ഈ അധ്യാപിക ആഗ്രഹിക്കുന്നത്. കൊറോണ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസമാണെന്ന് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഞെട്ടലായിരുന്നു. കാരണം എനിക്കറിയാം ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥ. പല കുട്ടികളുടെ വീട്ടിൽ TV ഇല്ല. അപ്പോൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം നടത്താനുള്ളൊരു സൗകര്യം ഇല്ലെന്നറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ അതും ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ടെലിവിഷൻ തരാമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കഴിഞ്ഞും ഒക്കെ ഒത്തിരി നല്ലൊരു സഹായമാണ് കിട്ടിയത്. 54 ടെലിവിഷൻ, അതായത് മുരിക്കാട്ടുകുടി സ്കൂളിൽ TV ഒന്നും ഇല്ലാത്ത 54 കുടുംബങ്ങളിൽ ടെലിവിഷൻ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ കോഴിമല ഭാഗത്ത് ഞങ്ങൾ വൈഫൈ കണക്ഷൻ, അവർക്ക് ഒരു സ്റ്റഡി സെൻ്ററുണ്ട്, ആ സ്റ്റഡി സെൻ്ററിലേക്ക് ഉള്ള വൈഫൈ കണക്ഷൻ കൊടുത്തു. അങ്ങനെ അവർക്ക് വിദ്യാഭ്യാസം നടത്തുന്നതിന് 100-ലധികം കുട്ടികൾ അവിടെ വന്നിരുന്ന് പഠിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കി. അതുപോലെ കണ്ണമ്പടി ഭാഗത്ത്, കണ്ണമ്പടി മേമാരി ഏരിയയിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ടെലിവിഷൻ കൊടുത്താൽ അതിൻ്റെ കൂടെ ഡിഷ് ആൻറ്റിനയുടെ കൊടുക്കണം, എങ്കിലേ അവർക്ക് അവിടെ വേറെ കേബിളിൻ്റെ കണക്ഷൻ കിട്ടത്തില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഞങ്ങൾ TVയും ഡിഷ് ആൻറ്റിനയും കൊടുത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സഹായം ഒരുക്കി. കൊറോണ കാലത്ത് ശരിക്കും പെട്ടെന്ന് അങ്ങ് ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ പല വീടുകളിലും അരി ഉണ്ടെങ്കിലും ഇവർക്ക് പച്ചക്കറിയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ കുട്ടികളോട് പലരോടും വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു, ടീച്ചർ അരി ഇരിപ്പുണ്ട്, ചോറ് വയ്ക്കാൻ, പക്ഷേ കറി വയ്ക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരവസ്ഥയിൽ ഞങ്ങൾ ആദ്യത്തെ ആ കൊറോണ സമയത്ത് 43 വീടുകളിൽ ഞങ്ങൾ കിറ്റുകൾ എത്തിച്ചു കൊടുത്തു. അരിയും പച്ചക്കറികളും എല്ലാവരുടെ ആയിട്ടുള്ള കിറ്റുകൾ എത്തിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേനും ഏകദേശം എല്ലാ വീടുകളിലും തന്നെ കൊറോണയായിരുന്നു. ഈ കൊറോണ ആയിരുന്നുകൊണ്ട് തന്നെ
ഇവർക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നല്ല ഫുഡ് അവർക്ക് വേണം, പഴങ്ങൾ വേണം. ഞങ്ങൾ ആ സമയത്ത് ഒരു 105ഓളം വീടുകളിൽ കിറ്റുകൾ, 1000-ലധികം വില വരുന്ന കിറ്റുകൾ, പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ കിറ്റുകൾ എത്തിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ കൊറോണയുടെ സമയത്ത് എല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും ഫീൽഡിലായിരുന്നു. ഒരു ദിവസം പോലും വീട്ടിലിരുന്നില്ല. എല്ലാ ദിവസവും ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ ഓരോ വീട്ടിൽ കൂടെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. ഭാഗ്യം എന്ന് പറയട്ടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. എന്നല്ല, ഈ വീട്ടിൽ ആർക്കും കൊറോണ വന്നില്ല. ലിൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടീച്ചർ മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അമ്മയെന്ന് വേണം തന്നെ പറയാം. കാരണം അത് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ പറയും. കാരണം സോഷ്യൽ സർവീസ് ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഈ 3 വർഷം ടീച്ചറിന്റെ മക്കൾ ഞാൻ ഒരിക്കലും വേർതിരിവ് കണ്ടിട്ടില്ല. ഞങ്ങൾ ടീച്ചർ മക്കളായിട്ട് തന്നെ കണ്ടേക്കുന്നത്. അവരെ 2 മക്കൾ കൊടുത്തില് ഞങ്ങൾ 30 പിള്ളേർ, അങ്ങനെ ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഇന്നേ വരെ ഞങ്ങളും അതുപോലെയൊക്കെ തന്നെയാണ്. 3 വർഷം കഴിഞ്ഞു, ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്നാ പറയുന്നത്, ആ അമ്മ എന്ന് പറയുന്ന ഒരു സ്നേഹവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ പരിപാടിയെല്ലാം തീർന്നു പറഞ്ഞപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുമ്പോൾ കണ്ടൊക്കെ അറിയുന്നു. കാരണം അത്രമാത്രം ടീച്ചർ ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ പഠിപ്പിച്ച ടീച്ചർ. കാരണം പാഠങ്ങൾ മാത്രമല്ല, ടീച്ചർ ഞങ്ങളെ എങ്ങനെ ജീവിക്കണം വളരെ നന്നായിട്ട് ഞങ്ങളെ ടീച്ചർ കെയർ ചെയ്തു എന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് പ്രഭാത ഭക്ഷണം, അതാണ് ഞങ്ങൾ സോഷ്യൽ സർവീസിന്റെ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രോഗ്രാം. ടീച്ചറാണ് അവിടെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നത്. അതിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ്, രാവിലെ ഇത്ര പേർക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. ഒരിക്കലും ടീച്ചർ ഈ പേരായിട്ട് പറയല്ല, എൻ്റെ പിള്ളേരെന്നേ പറയത്തുണ്ടായിരുന്നുള്ളൂ. ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകയായ ലിൻസി ജോർജ് ടീച്ചർ ഈ സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ പ്രോജക്റ്റ് ഓഫീസറാണ്, കോർഡിനേറ്ററാണ്. ടീച്ചറിൻ്റെ ഈ സ്കൂളിലെ അധ്യാപക സേവനം എന്ന നിലയ്ക്ക് മാത്രമല്ല, സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ ചെയ്തു വരികയാണ്. നിർധനരായ കുട്ടികൾക്ക് വീടുകൾ വെച്ച് കൊടുക്കുക, പഠിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ സാഹചര്യങ്ങളില്ലാത്ത കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ, പഠന ഉപകരണങ്ങൾ നൽകുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്ന ടീച്ചറാണ് ലിൻസി ജോർജ് ടീച്ചർ. പ്രത്യേകിച്ച് ടീച്ചറിൻ്റെ സേവനം എന്ന് പറയുമ്പോൾ ഈ കോവിഡ് കാലത്തിലൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെൽഫോൺ മേടിച്ചു കൊടുക്കുകയും അതുപോലെ 10-50ഓളം TV-കൾ വാങ്ങിച്ചു കൊടുക്കുകയും കുട്ടികളുടെ ആ പഠനം അന്ന് വളരെയേറെ ശ്രദ്ധാപൂർവം നോക്കുകയും ഒക്കെ ചെയ്ത ടീച്ചറിന് അധ്യാപക എന്ന നിലയിലേക്കായാലും ഒരു സാമൂഹിക സേവക എന്ന നിലയിലാണ് കൂടുതലും ടീച്ചർ അറിയപ്പെടുക. ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ സ്കൂളിൽ ഇന്ന് നടത്തുന്ന അമ്മയ്ക്കൊരു കരുതൽ എന്ന ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തുന്നതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന ആദ്യം നമ്മുടെ ലിൻസി ടീച്ചറും തന്നെയാണ്. ടീച്ചറും അതുപോലെ നമ്മുടെ PTA പ്രസിഡൻ്റായിരിക്കുന്ന പ്രിൻസി സാറും ഇവരൊക്കെയാണ് ഈ ക്യാമ്പ് നടത്തുന്നതിന് വളരെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. ടീച്ചറിൻ്റെ ഈ സേവനം എന്നേക്കും ഈ സമൂഹം എപ്പോഴും സ്മരിക്കേണ്ടത് തന്നെയാണ്. ലിൻസി ടീച്ചറെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു അധ്യാപക എന്നതിനേക്കാൾ ഉപരിയായി സാമൂഹിക സേവന രംഗത്ത് ഇത്ര കണ്ട് താല്പര്യം കാണിക്കുന്ന ഒരു ടീച്ചറിനെ ഞാൻ സമീപകാലത്ത് അടുത്ത് പ്രതികരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ നിയോജകമണ്ഡലമായതുകൊണ്ടും കൂടെ കൂടുതലായി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ടീച്ചറും ഭർത്താവും പിള്ളേരും ആ കുടുംബം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നാടിന് നൽകുന്ന വലിയൊരു സേവനം എത്രയോ കുട്ടികൾ കൈത്താങ്ങായിട്ടുണ്ടെന്ന് എനിക്ക് നേരിട്ടറിയാം. കുട്ടികളെ സംരക്ഷിക്കുവാനും അവരെ പഠനകാര്യത്തെ ശ്രദ്ധിക്കാനും ഉതകുന്നത് പോലെ തന്നെയാണ്. ആരോരും എത്രത്തോളം ശ്രദ്ധിച്ചാലും മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കൽ എളുപ്പമല്ല. ഗവൺമെൻറ് സെക്ടറിൽ ചെയ്തു കൊടുക്കാവുന്ന പരിഗണനകൾക്കപ്പുറേ വീടുകൾ നൽകാൻ പ്രായോഗികമായി തടസ്സമുള്ളവരെ പോലും കണ്ടെത്തി അവർക്ക് തലചായ്ക്കാൻ ഒരു വീടുണ്ടാകുക എന്ന സ്വപ്നം പൂവണിയുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ് അതിൽ ഏറ്റവും അഭിമാനകരമായ കാര്യം. ഈ സമീപ ദിവസങ്ങളിൽ 2 വീടുകളുടെ താക്കോൽദാനം ഞാൻ തന്നെ നിർവഹിക്കുകയുണ്ടായി. ഇന്ന് 8 വീടുകൾ പൂർത്തിയായി. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ടീച്ചറിൻ്റെ പ്രവർത്തനം, അതിന് പണം സ്വരൂപിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, അതൊക്കെ ഒരു മനസ്സിൻ്റെ ഏറ്റവും ഏകാഗ്രമായിട്ടുള്ള ചിന്തയിൽ ഉയരുന്ന ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ കൂടി പദ്ധതിയാണ്. അത് ഏറ്റെടുക്കാനുള്ള സന്മനസ്സുണ്ടാവുക. ഒരു വ്യക്തി എന്ത് ചെയ്യാൻ സാധിക്കും, അവൻ്റെ ജീവിതത്തിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള നീക്കങ്ങളിൽ മാത്രമല്ല, കുടുംബജീവിതത്തിൻ്റെ കുട്ടികളുടെ വീടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ മാത്രമല്ല,
സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടി പരിചരിക്കാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സംരക്ഷിക്കാനും ഉതകുന്ന മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ത്യാഗം ഏറ്റെടുത്ത് നടത്തിയതുകൊണ്ടാണ് ടീച്ചറെ വലിയ ബഹുമതികളും അംഗീകാരങ്ങളും നേടിയെത്തുന്നതിനേക്കാൾ ഉപരി സ്വാഭാവികമായും ടീച്ചറിൻ്റെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം ഞങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളതിൽ പങ്കുചേരുന്നു. പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ഈ നാടിന് വലിയ അഭിമാനമാണ്, ഇടുക്കിക്ക് വലിയ അഭിമാനമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നതിന് കൊടുക്കുന്ന വലിയൊരു മെസ്സേജാണ്, മാതൃകയാണ് ടീച്ചറിൻ്റെ പ്രവർത്തനം. അതിൽ ഞങ്ങളെല്ലാം ആകർഷ്ടനാണെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരിട്ട് നന്ദി. ശരിക്കും മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായി നിലനിന്നുകൊണ്ട് സാമൂഹ്യ സേവനത്തിലൂടെ ശ്രദ്ധേയയായ അധ്യാപികയാണ് ലിൻസി ടീച്ചർ. ഇതിനോടകം ധാരാളം ചാരിറ്റി നന്മ പ്രവർത്തികൾ ടീച്ചർ ചെയ്യുകയുണ്ടായി. അത് ഒരുപാട് നിർധനരായ ആളുകൾക്ക് ഒരു വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട്. തീർച്ചയായും ഇങ്ങനെയുള്ള അധ്യാപികമാരാണ് ഇന്നത്തെ നാടിന് ആവശ്യം. തീർച്ചയായും ആ ടീച്ചർക്കും ടീച്ചറുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ നന്മകളും നേരുന്നു. ഞാൻ സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ ഒരു ചാർജ് വഹിച്ചിട്ടുണ്ടായിരുന്നു, കൃഷിയുടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ വിഷരഹിത പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു മഴമറയൊക്കെ സ്കൂളിൽ സ്ഥാപിച്ചു. ധാരാളം പച്ചക്കറികൾ ഉണ്ടാക്കി ഉച്ചക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതിൽ ശരിക്കും പറഞ്ഞാൽ ആ വർഷം ഞങ്ങൾക്ക് നോൺ ഫീഡിങ്ങിൽ ഏറ്റവും നല്ല പച്ചക്കറിത്തോട്ടത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കറിമസാലകൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചാർജ് ആയിരുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന കറിമസാല തന്നെയാണ്, വിഷരഹിതമായ കറിമസാലകൾ. അതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കറിമസാലകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കൊറോണ സമയത്ത് തന്നെ ചുക്ക് കാപ്പി എല്ലാ കുട്ടികൾക്കും ചുക്ക് കാപ്പി കൊടുത്തു. അതുകൂടെ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കാപ്പിപ്പൊടി കൊടുത്തു വിട്ടു. അത് ശരിക്കും കുട്ടികൾക്ക് രോഗത്തിന് ഒരു പ്രതിരോധ ശേഷി കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്രീ ആയിട്ട് ഇത് ചെയ്തത്. ക്ലാസ് മുറിയുടെ 4 ചുവരുകളിൽ ഇടയിൽ നിർത്താതെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നേരനുഭവം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് ഓഫീസ്, ഫയർ സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, ബാങ്കുകൾ, ഇലക്ട്രിസിറ്റി ഓഫീസ്, അങ്ങനെ ഇവിടെയുള്ള പൊതുസ്ഥാപനങ്ങൾ അത്യാവശ്യം എല്ലാം തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ളൊരവസരം ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 2024 ലിൻസി ടീച്ചർ ഇവിടെ ജോയിൻ ചെയ്താണ്. ടീച്ചർ അന്ന് തൊട്ട് ഈ സ്കൂളിന് വേണ്ടി LP സെക്ഷനിലാണ് പഠിപ്പിക്കുന്നെങ്കിലും സ്കൂളിന് വേണ്ടിയും സ്കൂളിൽ ഇരിക്കുന്ന സമൂഹത്തിന് വേണ്ടിയും ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്കിപ്പോൾ 10 കുട്ടികൾക്ക് വീട് വെച്ച് നൽകി. അതുപോലെ തന്നെ കൊറോണ സമയത്ത് ഒരുപാട് ചാരിറ്റി വർക്കുകൾ നടത്തി. ഞങ്ങളെല്ലാം സുഖിച്ച് വീട്ടിലിരുന്ന സമയത്ത് ടീച്ചറുടെ ഹസ്ബൻഡും മക്കളും കൊറോണ കിറ്റ്, വീടുകൾക്ക് ആവശ്യമായ പച്ചക്കറി ഉൾപ്പെടെ എല്ലാ സാമഗ്രികളും വീടുകളിൽ എത്തിച്ച് നൽകിയെന്നുള്ളതാണ്. അതിന് ടീച്ചറിനെ സഹായിക്കാൻ ടീച്ചറിൻ്റെ ഹസ്ബൻഡും മക്കളും ഒപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഞങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഞങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ 2 വീട് കൂടെ, അങ്ങനെ 12 വീടുണ്ട് ടീച്ചറിൻ്റെ ലിസ്റ്റിലെന്നാണ് എനിക്ക് കരുതുന്നത്. അതുപോലെ തന്നെ ടീച്ചറിന് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കുട്ടികളെ നൂതന വിദ്യകളിലൂടെ മാത്സ് ലാബ് ക്രമീകരിച്ച് നന്നായിട്ട് മാത്തമാറ്റിക്സ് പ്രാക്ടീസ് LP സെക്ഷനിൽ നടത്തുന്നുണ്ട്. അതുപോലെ എല്ലാ രീതിയിലും നല്ല സേവനം കാഴ്ചവെക്കുന്ന വ്യക്തിയാണ്. ഇനിയും ടീച്ചർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും സപ്പോർട്ട്, ഈ GTHSS മുരിക്കാട്ടുകുടിയിലെ എല്ലാവരുടെയും സപ്പോർട്ട് ടീച്ചറിനുണ്ടായിരിക്കുന്നതാണ്. ചെറുതും വലുതുമായ നിരവധി സഹായ പദ്ധതികൾക്ക് ഈ അധ്യാപിക മുൻകൈയെടുത്തിട്ടുണ്ട്. പാഠ്യേതര രംഗത്തെ പ്രവർത്തനം പരിഗണിച്ചുള്ള പ്രൈമറി വിഭാഗം സംസ്ഥാന അധ്യാപക അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും ടീച്ചറിനെ തേടിയെത്തിയിട്ടുണ്ട്. ഓരോ പരിപാടികൾ ചെയ്യുന്ന ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. പക്ഷേ 2020 അധ്യാപക അവാർഡ് കിട്ടി. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ മികച്ച ജീവനക്കാർക്കുള്ള അവാർഡ് കിട്ടി. പിന്നെ സംസ്ഥാന PTA അവാർഡ്, ബോബി ചെമ്മണ്ണൂരിൻ്റെ അവാർഡ്, അതുപോലെ SH തേവര കോളേജ്, ലയോള കോളേജ് തിരുവനന്തപുരം, അവിടുത്തെ അവാർഡുകൾ കിട്ടി. ഇങ്ങനെ ധാരാളം അവാർഡുകൾ വരുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം അവാർഡിന് വേണ്ടി ചെയ്യുന്നതല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് സമൂഹത്തിൽ നിന്ന് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്. വിവാഹശേഷമാണ് തൊടുപുഴ സ്വദേശിനിയായ ലിൻസി ടീച്ചർ ഹൈറേഞ്ചിലേക്ക് എത്തുന്നത്. കുട്ടിക്കാനം മരിയൻ കോളേജിലെ ജീവനക്കാരനാണ് ഭർത്താവ് സെബാസ്റ്റ്യൻ ജോർജ്.
ജോയൽ ജോർജ്, ടോം തോമസ് എന്നിവരാണ് മക്കൾ. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കൽത്തുട്ടി ഹോളി ഫാമിലി ഇടവകക്കാരാണ് ഈ കുടുംബം. ഇതെൻ്റെ ഭർത്താവ് സെബാസ്റ്റ്യൻ ജോർജ്, കുട്ടിക്കാനം മരിയൻ കോളേജിലെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. മൂത്ത മകൻ ജോയൽ ജോർജ്, അവൻ സെൻറ്റ് ജോർജിലെ കട്ടപ്പന സെൻറ്റ് ജോർജ് സ്കൂളിൽ +1 പഠിക്കുന്നു. ഇളയാളാണ് ടോം തോമസ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മേരികുളത്താണ് പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ സഹായം ഉള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ചേട്ടായി എൻ്റെ കാര്യത്തിൽ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഓരോ ഭവന സന്ദർശനത്തിന് പോകുമ്പോഴും ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും സഹായമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ സ്കൂളിൽ പോകുന്ന പ്രഭാത ഭക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് 8 മണിയാകുമ്പോൾ സ്കൂളിൽ ചെല്ലണം. അപ്പോൾ രാവിലെ ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. എന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ചേട്ടായി പോകും. അതുപോലെ തന്നെ കുട്ടികളും എല്ലാ കാര്യത്തിലും, വീട്ടിലെ കാര്യത്തിലും എല്ലാത്തിനും സഹായമായിട്ട് എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. വളരെ നല്ല കാര്യങ്ങളാണ് എൻ്റെ ഭാര്യ ലിൻസി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ, അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ, അതുപോലെ അവരുടെ വീട്ടിലുള്ള മറ്റു കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഭവന സന്ദർശനം നടത്തുമ്പോഴാണ് ഞങ്ങൾ ഒന്നിച്ചാണ് കോളേജിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഒരുമിച്ച് ഞങ്ങൾ പോകും. ഓരോ വീട്ടിലും പോയിരുന്ന് അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ ആവശ്യങ്ങൾ എന്താണ് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് നിരവധി സുമനസ്സുകളുടെ സഹായത്താലാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിൻസെൻ്റ് പോൾ സൊസൈറ്റിക്കാരാണ് ഞങ്ങൾക്ക് ഏകദേശം 60,000-ൽ പരം ഡ്രസ് ബാങ്കിന് വേണ്ടിയിട്ട് തരുവാനായിട്ട് സാധിച്ചു. അവർക്കോട് നന്ദി പറയുന്നു. അതുപോലൊപ്പം തന്നെ യുവദീപ്തി കട്ടപ്പന ഫൊറോന നമ്മുടെ വീട് പണിയാനായിട്ടൊക്കെ ആയിട്ട് അവരൊത്തിരി സഹായങ്ങൾ ചെയ്തു തന്നു. മരിയൻ കോളേജിലെ NSS യൂണിറ്റ്, JPM കോളേജിലെ NSS യൂണിറ്റ്, അങ്ങനെ നിരവധി ആളുകൾ, സുമനസ്സുകൾ, അയലോക്കംകാർ, അതുപോലെ പഞ്ചായത്ത് അധികൃതർ, അങ്ങനെയൊക്കെയുള്ള നിരവധി ആളുകൾ, സോഷ്യൽ സർവീസ് സ്കീമിലെ കുട്ടികൾ, ഇവരുടെ എല്ലാ സഹായത്താലാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചത്. ഇതിന് നമുക്ക് സർവശക്തനായ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ സഹായിച്ച സുമനസ്സുകൾക്കും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ലിൻസി ടീച്ചർ നൽകുന്ന ഈ പരസ്നേഹത്തിന്റെ മാതൃക അധ്യാപകർക്ക് മാത്രമല്ല എല്ലാ തുറകളിലുള്ളവർക്കും പ്രചോദനമാകും.